എന്റെ ഒരു ഫേസ്ബുക്ക് കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 15 വർഷം ഞാൻ കൊണ്ടു നടന്ന ഫേസ്ബുക്കും ഇപ്പൊ പുതിയൊരു ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ബഹുദൂര വ്യത്യാസം തന്നെയാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ ഈ ഇത്രയും കാലയളവിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി ഫേസ്ബുക്കിൽ നിന്ന്. എനിക്ക് വേറൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് 1K അബോവ് ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ രാത്രി ആയപ്പോഴേക്കും 1.5K ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സന്തോഷത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നല്ല ഭാഗം ഒരു ഭാഗത്തുണ്ടെങ്കിലും കൂടി അതിന് എന്തായാലും എതിർഭാഗത്തൊരു ചീത്ത ഭാഗം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ ഫ്രണ്ട് റിക്വസ്റ്റ് വരുമ്പോ നമ്മളെല്ലാതും പെട്ടെന്ന് ഇപ്പൊ 1K അപ്പോ ഇങ്ങനെ എന്താ പറയാ വന്നിങ്ങനെ കിടക്കുമ്പോ നമ്മള് എല്ലാതും ടിക് ഇട്ട് ആക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കുറെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടായില്ലേ, ഒത്തിരി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിക്കും നമുക്ക് പണി കിട്ടും. അപ്പൊ പേടിയാണ് സത്യത്തില്. പുതിയൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി അതിന്റെ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും കൂടി ഫേക്ക് അക്കൗണ്ടുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ഫ്രണ്ട്സുകളെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ, ഒരുപാട് പേര് നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് ആവാനായിട്ട് വരുന്നുണ്ട്. അതും ജെന്യൂൻ ആണോ എന്തെങ്ങനെയാണെന്നും നമുക്കറിയില്ല. അപ്പോ എനിക്ക് എന്താ പറയാ, എന്നെ പോലുള്ള സ്ത്രീകളോടും പെൺകുട്ടികളോടൊക്കെ പറയാനുള്ളത്, നമ്മളെല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ. നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് നമ്മൾ നിൽക്കുക. മറ്റുള്ളവരോട് അധികം ഇതിനൊന്നും പോവാതെ നമ്മള് അത് ഞാൻ ഈ പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 15 വർഷമായിട്ട് എനിക്ക് ഫേസ്ബുക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇതുവരെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വേറെ പ്രശ്നങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു തരത്തിലും എനിക്ക് ഉണ്ടായിട്ടില്ല. 2011, 2012 ആ ഒരു കാലയളവിലാണ് കേട്ടോ ഞാൻ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞോണം പബ്ലിക്കാക്കി വെച്ചിരുന്നില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത്. ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോഴും പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ കുട്ടികളുടെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസും വീഡിയോസും ഫാമിലീസിന്റെയും എല്ലാവരുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പബ്ലിക് ആക്കിയില്ല, ഇതുവരെ ഇല്ല. അപ്പോ അതുകൊണ്ട് ഇതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിന് നന്ദി പറയാണ്. കുട്ടികളൊക്കെ വലുതായി. പക്ഷെ കുട്ടികളുടെ ചെറുപ്പത്തില് നമ്മുടെ കയ്യിൽ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയില്ലേ. പക്ഷെ ഈ ഒരു അന്നത്തെ അന്നുണ്ടായിരുന്ന ഫോണുകളെല്ലാം പോയി കയ്യിലത്തെ. പക്ഷെ ഈ FB ഉള്ളത് കൊണ്ട് FBയില് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കണ കാരണം ഇപ്പോഴും അവരുടെയൊക്കെ കൊച്ചിലെ ഫോട്ടോസ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അല്ല, FB കൊണ്ട് നല്ലൊരു ഉപകാരം ഉണ്ട് കേട്ടോ, അതും പറയണല്ലോ. അപ്പൊ ആ ഫേസ്ബുക്കിലെ ബന്ധുക്കളും പിന്നെ എന്താ പറയാ നമ്മുടെ ഫ്രണ്ട്സുകളും നാട്ടുകാരും നമ്മുടെ നെയ്ബേഴ്സും നാട്ടുകാരും നമ്മൾ അറിയണ ആൾക്കാർ, അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ അതില്. ഇപ്പോഴും അത് എന്താ പറയാ, അതിലെ ഫോളോവേഴ്സ് 1K ആയിട്ടേ ഇല്ല. 800 സംതിങ് ആയിട്ടുള്ളൂ തോന്നുന്നു, അത്രേ ആയിട്ടുള്ളൂ. ഇപ്പോഴും 1K ആയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചട്ടക്കൂടിന്റെ ഉള്ളില് ഇത്രയും നാളിങ്ങനെ 15 വർഷത്തോളം ഫേസ്ബുക്ക്, ഇത് മാത്രമാണ് ഫേസ്ബുക്ക് എന്റെ ലോകം, അത് മാത്രമായിരുന്നു. അതാണ് ഫേസ്ബുക്ക് എന്നാണ് എന്റെ ലോകം. പക്ഷെ ഇപ്പൊ പുതിയത് തുടങ്ങിയപ്പോ ഒരാണ് മനസ്സിലായത്, അങ്ങനെയല്ല ഫേസ്ബുക്ക് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ നമ്മള് ഉൾക്കൊള്ളാനുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ലതും ചീത്തയുണ്ട്, അതിൽ നല്ലത് മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം തന്നെയാണ് എന്റെ തീരുമാനം. ഇപ്പൊ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഴയ അക്കൗണ്ടിനെ ജസ്റ്റ് നോക്കണത് തന്നെ കേട്ടോ. അപ്പൊ അതിൽ നോക്കിയപ്പോ ഞാൻ ശരിക്കും കണ്ടടിച്ചു പോയി. 6.2K പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രേ 6.2K പോസ്റ്റുകളെ, എന്റെ ഭഗവാനെ. സത്യത്തില് മോണിറ്റൈസേഷൻ ആയിട്ട് കുറെ നാളേക്ക് എടുക്കണം, പക്ഷെ നമുക്ക് ഇൻകം കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ആക്കി ഇട്ടിരിക്കുകയാണല്ലോ, പബ്ലിക് അല്ലല്ലോ. അപ്പൊ പബ്ലിക് ആയിട്ട് ഇട്ടാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുതിയൊരു അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും പുതിയ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അവര് നന്നായി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ എല്ലാവരും പെരുമാറിയിട്ടുള്ളത്.
അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. എന്റെ ഒരു ഫേസ്ബുക്ക് കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 15 വർഷം ഞാൻ കൊണ്ട് നടന്ന ഫേസ്ബുക്കും ഇപ്പൊ പുതിയൊരു ഫേസ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ബഹുദൂര വ്യത്യാസം തന്നെയാണ്. എങ്ങനെയാണത് പറയേണ്ടതെന്നുള്ളത് എനിക്ക് അറിയണില്ല. അത്രയും വ്യത്യാസമുണ്ട്, ശരിക്കും വ്യത്യാസമുണ്ട്. അപ്പോ നല്ല നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.